ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ട് യു എയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നാട്ടിലെ ആ ഒരു യാത്രയപ്പും പെട്ടിയെട്ടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഇതിലൊരു വ്ളോഗ് കൊണ്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് തിരിച്ച് യു എയിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു വൺ ഡേ നമ്മൾ എവിടേക്കും പോകാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന്. പക്ഷേ അതെങ്ങനെയായാലും നടക്കാറില്ല. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ബാങ്കിലോട്ടൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ചായക്കടയിൽ നിന്നും ചായ കുടിക്കാൻ കയറിയതായിട്ടത്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ഒരു വ്യൂവറെ കണ്ടു. നമ്മളൊരു ചെറിയൊരു റിലേറ്റീവും കൂടിയാട്ടോ. അപ്പോൾ എൻ്റെ ബ്രദറും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. എനിക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് അടക്കുന്നതിന് മുമ്പ് വേഗം നമ്മൾ ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം അവിടെ ഒരു തിരൂർ റിംഗ് റോഡിലൊരു നല്ലൊരു ചായക്കട ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ ബ്രദർ. അപ്പം അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോയി, ഈ കട വീട്ടിലോട്ട് പോയി. പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും ഇറങ്ങിയതാട്ടോ. എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയതാണ് എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഇവിടെ അങ്കിളിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോന്നു. അപ്പോൾ ഇത് അങ്കിളിൻ്റെ സ്വന്തം ആടാണ്. ഇവിടെ കുറേ ആടുകളുണ്ട്. ഇത് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് അങ്കിളിനോട്. പിന്നെ ഇത്തവണ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ആകെ 12 ദിവസത്തിനാണ് വന്നത്. അതിൽ ഒരുപാട് പണികളുണ്ടായിരുന്നു ചെയ്യാൻ. അതും കൂടാണ്ട് ഞാൻ വിചാരിച്ചു ഇക്ക ആദ്യം പോയി പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പോയാൽ മതി എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. എല്ലാവരും പറഞ്ഞു ഇക്കാനെ ഒറ്റയ്ക്ക് തിരിച്ചു വിടണ്ട, കൂടെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് വന്നത്. പിന്നെ കുറേ കൊറിയറൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സും അങ്ങനെ അൺബോക്സിംഗ് ആയിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേയൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഒന്നും അൺബോക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം തിരിച്ച് കൊണ്ടുപോവാണ്. യു എയിൽ നിന്ന് എത്തിയിട്ട് സാവധാനം അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു. പിന്നെ ഇന്ന് ഇക്കാൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വീട്ടിലാണ് ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നത്. അവർ മക്കളെല്ലാവരും പുറത്ത് പഠിക്കുന്നവരായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. ഇവിടെ മക്കളൊക്കെ വല്ലപ്പോഴും വീഡിയോയിൽ കിട്ടുള്ളൂ. ഇത് ഇവിടുത്തെ മോനാണ്. NITയിലാണ് പഠിക്കുന്നത്, ഗുജറാത്തിൽ, സൂറത്തിൽ. അങ്ങനെ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി. പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ. അപ്പോൾ കഴിഞ്ഞൊരു പ്രാവശ്യം ഞാൻ വെളിച്ചെണ്ണ പാക്ക് ചെയ്തിട്ടുള്ള കുപ്പി എവിടെ നിന്നാണ് വാങ്ങിച്ചെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഷോപ്പിൽ നിന്ന് അന്ന് വാങ്ങിച്ചത് കേട്ടോ. ഇത് തിരൂർ വൈലത്തൂർ ഒരു ചെറിയൊരു ഷോപ്പാണ്. അപ്പം ഞാനത് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താണ്. പേരൊന്നും ഇല്ലയെന്ന് തോന്നുന്നു അതിന്. അപ്പോൾ ഇതിൻ്റെ പോലത്തെ ഒരു കുപ്പിയായിരുന്നു നമ്മൾ വെളിച്ചെണ്ണ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. കാരണം ഇതിൻ്റെ അകത്ത് വേറൊരു ലിഡുണ്ട്. അത് നന്നായിട്ട് ടൈറ്റായിട്ട് ലോക്ക് ചെയ്യും. എന്നിട്ട് വേറൊരു ലിഡും കൂടി ക്ലോസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അച്ചാർ അങ്ങനെ എന്താ പറയുക ഉപ്പിലിട്ടത് അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. വെളിച്ചെണ്ണ കുപ്പി ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ പിന്നെ നേരെ നമ്മൾ ഒക്കെ വാങ്ങിച്ച് കുറേ സാധനങ്ങൾ വാങ്ങിക്കേണ്ടായിരുന്നു. എല്ലാം കൂടി ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ നേരെ വീട്ടിലോട്ട് പോന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പം വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ വെള്ളിയാഴ്ച ദിവസം, അതായത് പോകുന്ന അന്നത്തെ ദിവസം രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ്. അന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അന്ന് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇത് വീഡിയോ എടുത്ത് തരാനും അതുപോലെ ഡ്രസ്സൊക്കെ മടക്കി വെക്കാനൊക്കെ ഇവരെല്ലാവരും കൂടിയാണ് റെഡിയാക്കി തന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ ഇതാണ് എൻ്റെ ഇക്കാടെ മൂത്ത ബ്രദറിൻ്റെ വൈഫ്, എൻ്റെ മൂത്തച്ഛിയാണ്. അപ്പോൾ എല്ലാവരും കൂടിയാണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കി തന്നു. അപ്പോൾ കുറേശ്ശെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം കൂടി ഒന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തന്നെ ഓടി നടക്കുകയായിരുന്നു. ഇതൊക്കെ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോളാണ്, B.Edന് പഠിക്കുകയാണ്. പിന്നെ ഇത് ചെറിയ നാത്തൂൻ്റെ മോളാണ്, BRക്കിന് പഠിക്കുകയാണ്. പിന്നെ ഹിബനെ പിന്നെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ പാക്കിംഗ് ഒക്കെ വൃത്തിയായിട്ട് ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ യു എയിൽ എത്തിയ ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നേ ഉള്ളൂ. കാരണം ഇത് നാട്ടിൽ നിന്ന് അൺബോക്സിങ് വീഡിയോയിൽ ഇടാനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പ്രേ ഡ്രസ്സാണ്. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളതും ഈ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും അവർ മുമ്പ് എനിക്ക് അയച്ചു തന്നായിരുന്നു കേട്ടോ. പ്രേ ഡ്രസ്സാണ്. ഞാനിപ്പോൾ 1 വർഷമായിട്ട് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ 2 എണ്ണം വീണ്ടും അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ യൂട്യൂബിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ട്
നല്ലൊരു വീഡിയോ ഒന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നല്ല കംഫർട്ടബിൾ ആട്ടോ ഈ ഒരു പ്രേ ഡ്രസ്സ്. അപ്പം ഇപ്പോൾ അയച്ചിട്ടുള്ളത് 2 എണ്ണമാണ്. നിലാവ് അബായാസ് എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അവരുടെ ആ ഒരു പേജ് നോക്കിയാൽ കാണാൻ പറ്റും. അവരുടെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം താഴെ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാമല്ലോ. അതുപോലെ പ്രീമിയം ക്വാളിറ്റി സോഫ്റ്റ് ക്രീപ്പ് ഫാബ്രിക് ആണ് ഇത്. അതുപോലെ കോട്ടണിൽ ഫാബ്രിക്കും ഉണ്ട് കേട്ടോ. കോട്ടണിൽ വേണമെങ്കിൽ സെയിം പ്രിൻ്റ് തന്നെ കോട്ടണിലും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടെടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പ്രേ ഡ്രസ്സാണ്. അതുപോലെ നമുക്ക് അലക്കാൻ നല്ല സിമ്പിളാട്ടോ. ഞാനിപ്പോൾ അത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവരുടെ പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കേരളത്തിൽ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്. ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 650 രൂപയാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സുകളുണ്ട്, ഒരുപാട് പാറ്റേൺസിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പിന്നെ അവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും വാട്സപ്പ് ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ എന്താ പറയുക, സൈസ് ഫ്രീ സൈസ് ആയിട്ടാണ്. വലിയവർക്കൊക്കെ ഇതാ കണ്ടോ, അതിൻ്റെ സൈസ് കണ്ടോ, നല്ല വീതിയും നീളമൊക്കെ ഉണ്ട്. വലിയവർക്ക് ഫ്രീ സൈസും പിന്നെ കുട്ടികളുടെ സൈസും ആണുള്ളത് കേട്ടോ. അങ്ങനെ ചെറുത് വലുത് അങ്ങനെയൊന്നുമില്ല, ഒരു ഫ്രീ സൈസ് ആയിട്ടുള്ളതുണ്ട്. അത് അത്യാവശ്യം നല്ല തടിയുള്ളവർക്കും നല്ല നീളമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ സൈസും പിന്നെ കുട്ടികളുടെ സൈസുമാണ് ഇവരുടെ അടുത്തുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവർ മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് കുറേ പേര് ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇൻസ്റ്റഗ്രാം കൂടുതലും യങ്സ്റ്റേഴ്സ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടമ്മമാർക്കാണ് ഇത് കൂടുതലും യൂസ്ഫുൾ ആവുക. പുറത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും ബാഗിൽ വെച്ച് കൊണ്ടുപോകാനും അതുപോലെ അലക്കാനും പിന്നെ നല്ല കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ. ഇതായിരുന്നു എനിക്ക് മുമ്പ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. എനിക്കും റീനും റോസിനും ഒരേപോലത്തെ പാറ്റേണിലുള്ളത്. നല്ല കംഫർട്ടബിളാട്ടോ. ഇപ്പോഴും ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വാട്സപ്പിൻ്റെ ലിങ്കും അതുപോലെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അങ്ങനെ ഏകദേശം പെട്ടിയൊക്കെ കെട്ടി സെറ്റായിട്ടുണ്ട്. പിന്നെ ജുമ്മയ്ക്ക് ശേഷം എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. ദിക്കാൻ്റെ മൂത്ത ബ്രദറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമല്ലേ. പക്ഷെ പോകുന്ന ആ ഒരു തിരക്കാന്നേ ഉള്ളൂ, ഒരു സങ്കടമുണ്ട്. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മീൻ കറിയും നമ്മൾ മാന്തൾ കറിയും പിന്നെ മാന്തൾ ഫ്രൈയുമാണ്. അത് പോകുന്ന അന്ന് തന്നെ കഴിക്കുമ്പം എന്താ പറയുക, ഒരു വല്ലാത്തൊരു സങ്കടവും എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വല്ലാണ്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇക്കാക്കയാണത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടിയായിട്ട് വീഡിയോ എടുക്കലും എന്താ പറയുക, ഞാൻ പാക്കിങ്ങും ഡ്രസ്സിങ്ങും എല്ലാം കൂടിയായിട്ട് ഒരു ജഗബോഗായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സീനുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ കാരണം അത്രയും ഒരു സീനായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല തിരക്കായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ എന്താ എൻ്റെ ഉപ്പയും ഉമ്മയും ഇത്തവണ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഉപ്പയും ഉമ്മയും നമ്മളെല്ലാവരും കൂടി ഒരു വണ്ടിയിൽ എന്താ പറയുക, പെട്ടിയൊക്കെ വെക്കാനുണ്ടല്ലോ. പിന്നെ എൻ്റെ ഇക്കാക്കിയും ഫാമിലിയും അനിയത്തിയും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇക്കാൻ്റെ സിസ്റ്റർ, ചെറിയ സിസ്റ്ററും അവരുടെ മോളും മരുമോളും അവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി യാത്ര അയക്കാൻ ഇത്തവണ ഉണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. ശരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് നമ്മൾ നാട്ടിൽ വരാണ്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റ്. കാരണം ഭയങ്കര സങ്കടമാവും തിരിച്ചു പോകുമ്പോൾ. ഇത്തവണ കൂടുതലും സങ്കടമായത് റൂഹിമോൾക്കായിരുന്നു. റൂഹിമോൾക്ക് എൻ്റെ ഇക്കാടെ സിസ്റ്റർ, ചെറിയ സിസ്റ്റർ നമ്മുടെ കൂടെ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്നെങ്കിൽ നമ്മൾ അവരെ വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ അവർ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അവരോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ ആയിട്ട് അവൾക്കിപ്പോൾ തിരിച്ച് പോകുമ്പോൾ അവരില്ലാഞ്ഞിട്ട് ഭയങ്കര ഒരു സങ്കടം, ഭയങ്കര കരച്ചിലും, അവരുടെ അടുത്ത് നമ്മളെടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവരൊക്കെ വേറെ വണ്ടിയിലാട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ നമ്മുടെ കുറച്ച് വ്യൂവേഴ്സിനെ കണ്ടത്. കുഞ്ഞു വ്യൂവേഴ്സായിരുന്നു. അപ്പം അവരാരോ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. റീനിയും റോസിനൊക്കെയാണ് ചോദിക്കുന്നവർ. അപ്പോൾ അവർ ഇത്താടെ വണ്ടിയിലായിരുന്നു. എല്ലാവരും കൂടി അങ്ങനെ ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വണ്ടിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളെത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. അത് അവരെല്ലാവരും കൂടി വരുന്നുണ്ട്. എൻ്റെ കക്കയും ഫാമിലിയും പിന്നെ നാത്തൂന് ഫാമിലിയും, ഇക്കാൻ്റെ സിസ്റ്ററാണത്. ഇവരായിട്ടാണ് റൂഹിമോൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. ഇത്തൊക്കെയാണെങ്കിലും ഭയങ്കര കാര്യമാണ് റൂഹിമോളെ. അപ്പം പിരിയുന്ന ഒരു സങ്കടമുണ്ട് അവർക്ക്.
ശരിക്കും നമ്മൾ തിരിച്ച് പോകുമ്പോൾ എയർപോർട്ട് കാണുമ്പോൾ വയറിൻ്റെ ഉള്ളിൽ നിന്നൊരു കാളലാണ്. അത് അങ്ങനെ പോകുന്നവർക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ. എന്താ പറയുക, നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്, ഇക്കാൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ബാക്കിയുള്ളവർ അവിടെ വിട്ടിട്ടാണല്ലോ പോകുന്നത്. ആ ഒരു സങ്കടം എന്തായാലും ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഞാനെന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ കരയുന്ന സീനുകളൊന്നും വീഡിയോയിൽ ഷെയർ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും ഇതിൽ എൻ്റെ സീനുകളൊന്നും കാണിക്കാത്തത്. ഞാൻ ബാക്കി എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത്. എല്ലാവരും നല്ല സങ്കടത്തിലാണ്. സാധാരണ ഞാൻ പറയാറുണ്ട്, ആരും എയർപോർട്ടിലോട്ട് വരണ്ട യാത്ര അയക്കാൻ. എല്ലാവരും കൂടി വരുമ്പം ഭയങ്കര സങ്കടമാണ്. പിന്നെ എൻ്റെ ബ്രദറൊന്നും അങ്ങനെ യാത്ര അയക്കാൻ വരുന്ന ഒട്ടും ഇഷ്ടമല്ല. കാരണം ആ ഒരു സീന് കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്തവണ അറിയാണ്ട് പെട്ടുപോയതാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. റോയ്മോള് ഭയങ്കര കരച്ചിലായിരുന്നു. ഇത്താൻ്റെ അടുത്ത് നിന്ന് എടുത്തതിന് ഭയങ്കര കരച്ചിലായിരുന്നു. അത് എയർപോർട്ടിൽ എത്തിയിട്ടും തിരിഞ്ഞ് ഓടിയായിരുന്നു അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അവൾക്ക് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവില്ലായിരുന്നു. കുറേ കഴിഞ്ഞിട്ടാണ് ഒന്ന് റെഡി ആയത്. നമ്മളോടൊക്കെ ദേഷ്യം പിടിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ യാത്രാ വ്ളോഗിൽ ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. ഈ ഒരു സംഭവം കേട്ടോ, ഇംഗ്ലീഷ് പഠിക്കാം വാട്സപ്പിലൂടെ. ഇൻവേർട്ടഡ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു കോഴ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ട്രെയിനറാണ്. അമേരിക്കൻ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറായിട്ടുള്ള അപർണ മൽബറിയാണ് ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ട്രെയിനർ കേട്ടോ. ഇന്ന് ഇംഗ്ലീഷിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പാരൻറ്റ് ടീച്ചർ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് വരുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ് താഴ്ന്നു പോകുന്നത്. ഇതൊരു സാധാരണ വീട്ടമ്മയുടെ കാര്യമാണ് പറയുന്നത്. അതുകൂടാണ്ട് നമുക്ക് ഒരു ഇൻ്റർവ്യൂക്കൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണെങ്കിലേ നമുക്ക് ഇൻ്റർവ്യൂവിലൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നേ വേണം, കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയുന്നേ വേണം. പിന്നെ ഇവിടെ ഇപ്പം റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടുജോലികൾക്കിടയിലും ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് പഠിക്കാം, കേട്ട് പഠിക്കാം. അതുപോലെ ഫ്രീ ആയിട്ടുള്ള സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളിൽ ഇരുന്നിട്ട് നമുക്ക് മെൻറ്റർമാരുടെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു സൗകര്യങ്ങൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ എപ്പോഴും നമ്മുടെ കൂടെ ഒരു മെൻറ്ററും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരുമായിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ നമുക്ക് സംസാരിച്ചാലേ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് നമുക്ക് എഴുതിയിട്ടും വായിച്ചിട്ടൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒഴിവ് സമയങ്ങൾ വെറുതെ കളയാണ്ട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഇതുപോലെ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്ടിരിക്കുമ്പം അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ചെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എൻട്രി ആപ്പിലാണ്. എൻട്രി ആപ്പിലൂടെയാണ് ഈ ഇംഗ്ലീഷ് പഠിക്കാം വിത്ത് ഇൻവേർട്ടഡ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സ് ഉള്ളത് കേട്ടോ. ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുള്ളവർ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക. അപർണ മൽബറിയുടെ ക്ലാസ്സാണ്, മിസ്സാക്കണ്ട. അപ്പോൾ നാട്ടിലെ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു ഇത്. അപ്പം എന്തായാലും നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വീഡിയോ തന്നെ കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിതാ നാട്ടിൽ നിന്ന് പോവുകയാണ് തിരിച്ച് UAE യിലേക്ക്. ഫ്ലൈറ്റിൽ കയറാനുള്ള സമയമായി.
എയർപോർട്ടിൽ നിന്ന് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ ഞാൻ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ UAE-ന്ന് നാട്ടിലേക്ക് വരുമ്പം ഉള്ള വീഡിയോസും ഇവിടുന്ന് തിരിച്ച് പോകുമ്പോൾ ഉള്ള വീഡിയോസും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം വല്ലാത്തൊരു സന്തോഷത്തിലായിരിക്കും. മക്കളാണെങ്കിലും നമ്മളാണെങ്കിലും എത്ര അവർക്ക് ക്ഷീണമുണ്ടെങ്കിലും ആ ഒരു ക്ഷീണമൊന്നും മുഖത്തൊന്നും കാണിക്കാത്തൊരു സന്തോഷമായിരിക്കും. പക്ഷെ തിരിച്ച് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഒരു വാടിക്കുഴഞ്ഞ് വേണോ വേണ്ടേ എന്നാൽ തിരിച്ച് നമുക്ക് പോവും വേണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. റോസിനും നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്താ പറയുക, എന്തായാലും തിരിച്ച് ഇനിയും വരാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും പോകുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളിപ്പം UAE-ൽ എത്തിയിട്ടുണ്ട് കേട്ടോ. UAE-ൽ എത്തിയ ശേഷം ആണ് ഞാൻ ഈ ഒരു വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇത്തവണ നമ്മൾ എയർ ഇന്ത്യയിലാട്ടോ നമ്മൾ പോകുന്നത്. അപ്പം വലിയൊരു രസം ഉണ്ടായത് എന്താണെന്നറിയോ, സാധാരണ പലർക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ടാവും. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഫുഡ് ഇത്തവണ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വരുന്ന സമയത്ത് എയർ ഇന്ത്യയിൽ നല്ല ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സംഭവമായിട്ട് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. അവരുടെ കോംപ്ലിമെൻ്ററി ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ തിരിച്ച് പോകുമ്പം സ്പെഷ്യലായിട്ട് നമ്മൾ സാധാരണ ഓർഡർ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ ഇത്തവണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നോൺ വെജാണ് നമ്മൾ പറയുക. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പം അവരുടെ നോൺ വെജ് കഴിഞ്ഞു. അതാണ് ഭയങ്കര ഒരു വിറ്റുണ്ടായത്. എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. പിന്നെ റൂമിൽ ഉറങ്ങുമായിരുന്നു. അപ്പോൾ എനിക്കാണ് ഇപ്പോൾ ആ നോൺ വെജ് കിട്ടാഞ്ഞത്. മീൻസ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ്, പക്ഷേ എനിക്ക് മാത്രം കിട്ടിയില്ല. അപ്പം ഇക്ക പറഞ്ഞു സാധാരണ എല്ലാവർക്കും ഉണ്ടാവും, കാരണം നോൺ വെജും വെജുമായിട്ട് അവരിങ്ങനെ മിക്സാക്കി വെക്കുന്നില്ല. അപ്പോൾ കുറേ പേര് നോൺ വെജ് വാങ്ങിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് വെജേ കിട്ടുള്ളൂ. വെജിൽ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, നോൺ വെജിലായിരുന്നു ടേസ്റ്റ്. എന്തായാലും ചെറുതായിട്ടും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, കംപ്ലൈൻ്റ് അല്ല, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു കോമഡി ആയിരുന്നു. ഇപ്പോൾ ഇക്ക പറഞ്ഞു നിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് തന്നെയാണല്ലോ അത് കിട്ടാണ്ട് പോയതെന്ന്. എനിക്ക് മാത്രമാണ് കിട്ടാഞ്ഞത് നോൺ വെജ്. ഓക്കെ, അങ്ങനെ ഏതായാലും തിരിച്ച് പോകുന്നൊരു സങ്കടമൊക്കെ കൂടിയാണ്. അതിൻ്റെ ഇടയിൽ ഫുഡും കൂടി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടമുള്ളത്. അങ്ങനെ നമ്മൾ UAE-ൽ ലാൻഡ് ചെയ്തു. റൂമിൽ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരു ചെറിയൊരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പം വീട്ടിലെത്തിയാലേ അത് ഒരു ദിവസം കഴിഞ്ഞാലേ ഒന്ന് റെഡി ആവുള്ളൂ. പിന്നെ റൂമിൽ ഉറക്കത്തിൽ നിന്നൊന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു, പിന്നെ വീണ്ടും കിടന്നു. കാരണം ഈ ഒരു സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആകെ കരച്ചിലൊക്കെ ആവും. നമ്മൾ സ്ഥലം മാറിയില്ല, അപ്പോൾ അതിൻ്റെ ഒരു കരച്ചിലൊക്കെ ഉണ്ടാവും. അപ്പം അധികം ഉണർത്താണ്ട് നമ്മളതാ അങ്ങനെ കൊണ്ടുപോവുകയാണ് അവളെ. പിന്നെ റോസിനും ആണെങ്കിലും വല്ലാത്തൊരു മൂഡ് ഓഫിലാണ്. എൻ്റെ വീട്ടിലൊന്നും അവൾക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ നാട്ടിൽ. ശരിക്കും ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നാട്ടിലേക്ക് പോകാണ്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഞാൻ കുറച്ചുകൂടെ നാട്ടിൽ നിൽക്കണം എന്നായിരുന്നു. പിന്നെ ഇക്കാക്ക് കുറച്ച് ദിവസം മാത്രമേ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ വേറൊരു ചാൻസും ഇല്ല, അതാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ലഗേജൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്നും അതെ, ഇക്കാക്ക് എന്തായാലും വെയിറ്റ് പൊക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഇതെല്ലാം കൂടി എടുത്ത് വയ്ക്കാന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ഹെൽപ്പിന് ഒരാളെ വിളിച്ചു, നാട്ടിൽ നിന്നും ഇവിടെ നിന്നും. പിന്നെ ഇവിടുന്ന് ടാക്സിക്കാണ്, നമ്മൾ എയർപോർട്ട് ടാക്സിക്കാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പം ലാസ്റ്റൊക്കെ എത്തിയപ്പോഴേക്കും ഫസ്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കാൻ. ലാസ്റ്റൊക്കെ എത്തിയപ്പോഴേക്കും ഇതൊക്കെ കണ്ടപ്പം വല്ലാത്തൊരു ഫീലായിപ്പോയി. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് UAE-ൽ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി UAE വ്ളോഗ്സൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും നാട്ടിലെ വ്ളോഗ്സൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ UAE-ലെത്തിയ ശേഷമുള്ള വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കട്ടോ. നമ്മുടെ വ്യൂവേഴ്സ് അറിയാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, ലൈക്ക് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.